അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇതിൻ്റെ കാര്യം തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ലാസ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കൊറോണ കത്തി നിൽക്കുന്ന സമയത്ത് കുറച്ച് ഫാമിലി വ്ളോഗേഴ്സ് നമ്മുടെ യൂട്യൂബിൽ ഉദയം ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ മല്ലു ഫാമിലി, നമ്മുടെ കുഞ്ഞാറ്റാൻ ഇച്ചായൻ, പിന്നെ പാലക്കാടൻ ഫാമിലി, പാലക്കാടൻ മല്ലു ഫാമിലി, ഡ്രീം റൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫാമിലി വ്ളോഗേഴ്സ് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇവർ കൊറോണ കത്തി നിൽക്കുന്ന സമയത്താണ് എൻട്രി ചെയ്തിട്ടുള്ളത്. ഈ തരത്തിലുള്ള എല്ലാ ഫാമിലി വ്ളോഗേഴ്സും നമ്മുടെ കലിപ്പൻ്റെ കാന്താരി അല്ലെങ്കിൽ കല്ലുമാലക്കാതിൽ കമ്മലത്തിലേലും ആ ഒരു പാട്ടിൻ്റെ മെയിൻ സംഘാടകരാണ്. ഒരു പ്രായത്തെ സമയത്ത് പെമ്പിള്ളാരെയും കൂട്ടി വീട്ടിൽ വരിക, അങ്ങനെ ഒളിച്ചോടി കല്യാണം, ആ ഒരു സെറ്റപ്പാണ് എല്ലാവരും. പിന്നെ അതിനുശേഷമൊക്കെ ഇവർ യൂട്യൂബിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് മെയിനായിട്ടും അവരുടെ ലവ് സ്റ്റോറി, ഒളിച്ചോട്ടം, ഗർഭകാലം, പ്രസവം, കൊച്ചിൻ്റെ 28 ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളായിരുന്നു അവരതിനകത്തോട് കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ സമയത്ത് പിന്നെ വീട്ടിലുള്ള അമ്മായിയമ്മ പോര്, നാത്തൂൻ പോര്, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക്, ആ ഒരു ട്രെൻഡായി. അതുപോലുള്ളൊരു ചാനലാണ് ഡ്രീം റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ. ഡ്രീം റൈഡർ 280 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അവരുടെ ചാനലിൻ്റെ പേര്. ഇതാണ് ആൾക്കാർ. എല്ലാവർക്കും അറിയാം ഈ ഒരു ഫാമിലിനെ പറ്റി. നമ്മുടെ മല്ലു ഫാമിലിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും മല്ലു ഫാമിലിൻ്റെ അത്ര തന്നെ ഏകദേശം സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ചാനലായിരുന്നു ഇവരുടേത്. എന്തോ ഇവരുടെ കയ്യിലുള്ള പിടിപ്പുകേടാണോ, മണ്ടത്തരാണോ, അഹങ്കാരമാണോ, പൈസേൻ്റെ കുത്തിക്കഴപ്പാണോ എന്തൊന്നും അറിയില്ല. എന്തായാലും ഇവരുടെ മെയിൻ ചാനൽ അടിച്ചു പോയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവരുടെ മെയിൻ ചാനൽ അടിച്ചു പോവുകയും അതിനുശേഷം അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ചാനലാണത്. ഏകദേശം മന്ത്ലി 2 ലാഖിൻ്റെ അടുത്ത് വരുമാനം ഉണ്ടായിരുന്നു എന്ന് അനു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവർ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ പുതിയൊരു ചാനലുമായിട്ട് വന്നിട്ടുണ്ട്. ഡ്രീം റൈഡർ 280 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുന്നേ ഉണ്ടായിരുന്ന ചാനൽ പോകാനുള്ള കാരണങ്ങളും പിന്നെ അവരുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ചാനലിൽ അത്ര വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പുതിയൊരു നാടകമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഉപദ്രവിക്കണ്ടെന്ന് തോന്നി. ഞാൻ അതിന് പകരമായിട്ട് ഞാൻ തന്നെ പിന്നെ ചെയ്തിട്ട സാധനങ്ങൾ ഞാൻ അടിച്ചു പൊട്ടിക്കില്ല എന്നല്ല, ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള പ്രശ്നം, എനിക്ക് 2 മക്കൾ അടുത്തടുത്തുണ്ടായിപ്പോയി. അത് 2 പെൺകുട്ടികളായിപ്പോയി. അതിനാണ് എന്നെയും എൻ്റെ ഭാര്യയും ടോർച്ചർ. ഇതാണ്ടോ ഞാൻ ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ ഇവരൊക്കെയാണ്. എന്തിനാണ് നമ്മളൊക്കെ എല്ലാ മക്കളും ഒരുപോലെ കാണുക? വയസ്സായി കഴിഞ്ഞാൽ കൊച്ചുമക്കളെ നോക്കി വീട്ടിലിരിക്കുക. ഒരു പ്രാവശ്യം പണി നിർത്തിച്ചതിന് ശേഷം എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത്, എന്നെ കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത് ഞാൻ നാട് വിട്ടു പോകാൻ എൻ്റെ പരിപാടി. ഈ വീട് സ്ഥലം ഇന്നേ വരെ എൻ്റെ പേരിൽ എഴുതരാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവരെ നോക്കുമെന്നുള്ള പേടി കൊണ്ടാണ്. നോക്കല്ലേ എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുഴപ്പമില്ല. എൻ്റെ എപ്പോഴും പ്രശ്നമാകുമ്പോൾ ഇറങ്ങിപ്പോന്ന് പറയും. മറ്റുള്ളവരുണ്ടാക്കിയിട്ട് എനിക്ക് അനുവിന് താല്പര്യമില്ല. 4 വർഷം അലീസൽ ലിങ്ക് ഇട്ടിട്ട് റിലേറ്റീവ്സിന് എല്ലാവരും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഇനി ഇത് എനിക്കുണ്ടായ അനുഭവം ഇനി ഒരു മകനും മകൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് സമൂഹം അറിയണം. ഒരു ദിവസം ഞാനും അച്ഛനുമായിട്ട് പ്രശ്നമാവാൻ കാരണം തന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്ന ആളാണ്. അതിൻ്റെ പേരിൽ ഇവിടെ അടി വരായിട്ടുണ്ട്. ഇപ്പോഴെനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പുതിയൊരു സംരംഭം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകും. എൻ്റെ താഴെ പോയി എൻ്റെ കാറ് പോയി എൻ്റെ ഒരു ചാനലിൽ പോയി കുറേ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് നിൽക്കുകയാണ്, രാവിലെയാണ്. ഇത് സ്പോട്ട് സാധനമാണ് വരുന്നത്. മദ്യപിച്ചിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മദ്യപിക്കുന്ന ആൾ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. ഞാൻ മദ്യപിച്ചിട്ടൊന്നും പറയില്ല. എനിക്ക് ഇന്ന് രാവിലെ ഭയങ്കര വിഷമമായി. എനിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൈ കിട്ടിയത് അടിച്ചുവിട്ട്. ഞാൻ പറഞ്ഞു ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓരോ സംസാരം എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്നെ അടിക്കാനാണെങ്കിൽ ആർക്കും വേണം എന്നെ അടിക്കാതെ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ അടിക്കാം, ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല. പക്ഷേ ഒരു തെറ്റുമില്ലാതെ നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കും. അതിൽ എന്നെ ആയാലും എൻ്റെ കൂട്ടുകാരായാലും എല്ലാം വാങ്ങിച്ചിട്ട് പൈസ ഉള്ളപ്പോൾ ഞാനത് 1 രൂപ കൊടുത്തെന്ന് പറയില്ല. ശരി, കൊടുത്തെന്ന് പറയണ്ട. കൊടുത്തില്ലെന്ന് എന്തിന് നാട്ടുകാരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിൽക്കണം. ഇതെല്ലാവരും സ്റ്റോറിയാക്കി അനലിസെല്ലാം കിട്ടിയിട്ട് എല്ലാവരും പക്ഷേ നിങ്ങളറിയുന്നത്. ഞാൻ വിചാരിച്ചു ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ രാവിലെ ഒരു പളനി പോയിട്ട് വന്നതിന് ശേഷം ഇച്ചിരി ചേഞ്ചാണ്. പെട്ടെന്നുള്ളൊരു ചലഞ്ച് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇന്ന് സ്റ്റാഫുകളാരും വന്നില്ല. സ്റ്റാഫുകളുണ്ട്. ഞാൻ ക്ലീൻ ചെയ്ത് അപ്പോഴേക്കും ഒരു അരമണിക്കൂർ എന്തായാലും ശരി. അപ്പം ബാത്റൂം നീ ഇറങ്ങി എനിക്ക് ബാത്റൂമിൽ പോകണം. ഞാൻ പറയും ഇതൊക്കെ ബാത്റൂം എന്ന് പറഞ്ഞാലും ഈ ബാത്റൂം ഇങ്ങനെ കിടക്കണമെന്ന് പറയും. അപ്പോൾ വന്ന് നേരെ ആൾ ബാത്റൂമിൽ കയറി. ബാത്റൂമിൽ വന്ന് ഇതിനിടയ്ക്ക് എന്നെ തിരിച്ചു വിളിച്ചു. തെറിയ അവസാനം ഞാൻ കമ്പെടുത്ത് കൈ കിട്ടിയല്ല അടിച്ച് പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു ഇറങ്ങടാ പറഞ്ഞു. ഞാൻ പറയേണ്ട ഒരു
അപ്പോൾ എല്ലാ ക്ലിപ്പിങ്സും ഞാൻ കാണിക്കുന്നില്ല, ചെറിയൊരു പോർഷൻ മാത്രമാണിത്. ഇതിൽ ഡ്രീം റൈഡർ ഫാമിലിയിലെ അനു എന്ന് പറയുന്ന കഥാനായകനാണ്. പുള്ളിക്കാരൻ്റെ വൈഫാണ് ചിന്നു. അവർക്ക് 2 കൊച്ചു പെൺകുട്ടികളാണുള്ളത്. ചെറിയ വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമല്ല, ചെറിയ പെൺകുട്ടികളാണുള്ളത്. ഇപ്പം ചെറിയൊരു ഏജിൽ കല്യാണം കഴിഞ്ഞ് ഒളിച്ചോട്ട കല്യാണമായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇവരുടെ പുതിയ ചാനലിൽ കഴിഞ്ഞ ഒരാഴ്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഇവരുടെ വീഡിയോസ് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറുന്നു, ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് മാറി, ഞങ്ങളുടെ പുതിയ വീട്ടിൽ സാധനങ്ങളില്ല, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. പിന്നെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുറച്ച് കള്ളു കുടിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കുറച്ച് വെള്ളം അടിച്ച് തെക്കില്ലാതെ പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇനി അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അവരുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, നീ വെള്ളടി നിർത്തണം അനു എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പുതിയ വീട്ടിലോട്ട് മാറി എന്നൊക്കെ പറഞ്ഞു. ഈ അനു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. പെങ്ങളെ കെട്ടിച്ചു വിട്ടതാണ്. ഇവരുടെ വീട്ടിൽ ഇവർക്ക് 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ, ചെറിയ കൊച്ചു പെൺകുട്ടികളാണ്. പെൺകുട്ടികളായതിൻ്റെ പേരിൽ അനുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പോരാണ്. അതുപോലെ തന്നെ ഇവൻ്റെ കൊച്ചുങ്ങളെ നോക്കുന്നില്ല, ഇവൻ്റെ കൊച്ചുങ്ങളെ നോക്കാതെ അമ്മയും അച്ഛനും ജോലിക്ക് പോവുകയാണ് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇന്നത്തെ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വീട്ടിനകത്ത് ബാത്റൂം ആരോ യൂസ് ചെയ്തിട്ട് വൃത്തികേടാക്കി ഇട്ടു. അപ്പോൾ അനു അത് കണ്ടിട്ട് അവൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. അപ്പോൾ ആ സമയത്താണ് അമ്മ വന്നിട്ട് അമ്മയ്ക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന പോലെ തന്നെ ഒരാൾ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ, അല്ലെ ഒരാൾ നിലം തുടച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, അത് ചെളിയാക്കല്ലേ, വൃത്തികേടാക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലുള്ള എന്തോ ഒരു സൗന്ദര്യപ്പിണക്കോ, എന്തോ ഒരു അമ്മയും മക്കളും തമ്മിൽ എന്തോ ഒരു പ്രശ്നം. അപ്പോൾ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞു, ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമാണ്. പുള്ളിക്കാരൻ അത് യൂട്യൂബിനകത്തിട്ട് അമ്മേനെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ്റെ അമ്മയല്ലേ. ഇവൻ അതിനകത്ത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, എന്നെ ആര് തെറി പറഞ്ഞാലും, എൻ്റെ അമ്മ എന്നെ തെറി പറഞ്ഞാലും ഞാനും തിരിച്ചു പറയുന്നു. അപ്പം പുള്ളിക്കാരൻ അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിന് എന്തെങ്കിലും ആവട്ടെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ് ആർക്കൊക്കെ എന്തൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ എനിക്കിതല്ല ചോദിക്കാനുള്ളത്. നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അന്യൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, അവിടെ എന്തൊക്കെയാണ് പുതിയ പ്രശ്നങ്ങൾ എന്നറിയാനും അത് കേട്ടിരിക്കാനും നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ആ ഒരു വീക്ക്നെസ് ആണ് ഇവൻ ഇവിടെ യൂട്ടിലൈസ് ചെയ്ത് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാവാതെ കുറേ പൊട്ടന്മാരത് മനസ്സിലാകാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഒരുപാട് പേര് പോയി പറയുന്നുണ്ട്, ചേട്ടാ വിഷമിക്കല്ലേ, ചേട്ടാ സാരമില്ല, എല്ലാം ശരിയാവും. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണോ, ഇനി ഇവൻ റീച്ച് കിട്ടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കിടന്ന് മെഴുകുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയായാലും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ വിചാരിക്കും. എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടാവും, ഇല്ല എന്നും വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഫാമിലി വ്ളോഗേഴ്സ്. നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ ആൻഡ് പൊന്നൂസ് കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് നാടകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സ്ക്രിപ്റ്റഡ് ആണെന്നെങ്കിലും പറയാം. അത് ഇത്രയും ഒരു വൾഗറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെന്താ, അമ്മ എന്നെ ചീത്ത വിളിച്ചു, ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു, എൻ്റെ കുട്ടികളെ നോക്കാതെ എൻ്റെ അമ്മ ജോലിക്ക് പോവാണ്. പിന്നെ ഇവൻ പറയുന്ന വേറൊരു കാര്യമാണ്, ഇവൻ്റെ അമ്മ തൊഴിലുറപ്പിനോ കുടുംബശ്രീക്കൊക്കെ പോകുമ്പം ഇവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാമെന്ന്. നീ അതിനേക്കാളും വലിയ ചെറ്റത്തരല്ലേടാ അനുവെ കാണിക്കുന്നത്. നീ നിൻ്റെ വീട്ടിൽ നടക്കുന്നത് മുള്ളിയതും തുപ്പിയതുമായ കാര്യങ്ങളാണ് നീ യൂട്യൂബിനകത്ത് ഇട്ടിട്ട് വേൾഡ് മുഴുവൻ നീ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരാ കുറ്റക്കാരൻ, നീയാണോ അമ്മയാണോ? അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഒന്നില്ലെങ്കിൽ ഒരു 10-15 ആൾക്കാരോടെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് കോമൺ ആയിട്ട് എല്ലാ അമ്മമാരും നമ്മുടെ നാട്ടിലും ഒക്കെ സഹജമായിട്ട് കാണുന്നൊരു സംഭവമാണ്, അല്ലേ? ഈ കാണിക്കുന്ന അത്ര ചെറ്റത്ര എന്താണ് നിൻ്റെ അമ്മ ചെയ്യുന്നില്ല. പിന്നെ നീ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പോറ്റേണ്ടതും അവരെ നോക്കേണ്ടതും റെസ്പോൺസിബിലിറ്റി നിനക്കാണ്, അല്ലാതെ നിൻ്റെ പാരൻസിനല്ല നിൻ്റെ മക്കളെ നോക്കേണ്ടത്. ഓക്കെ, ഗ്രാൻഡ് പാരൻസ് ആകുമ്പോൾ കൊച്ചുമക്കളോട് സ്നേഹം ഉണ്ടാവും, അവർക്ക് ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പം അവർ മക്കളെ നോക്കിയിട്ടുണ്ടാവും. ഇനി നോക്കിയില്ല എന്ന് പറഞ്ഞത് കുറ്റമായിട്ട് പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യണം, ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ് പുറകെ നടക്കാതെ അന്തസ്സായിട്ടൊരു ജോലിക്ക് പോയി നിൻ്റെ ഭാര്യേനെയും കൊച്ചുങ്ങളെയും നോക്കി ഒരു ഭാഗം, ഒരു എമൗണ്ട് ക്യാഷ് നിൻ്റെ പാരൻസിനും കൊടുത്ത് അവരെ നീ വീട്ടിലിരുത്താൻ വേണം. അന്തസ്സുള്ള മകനാണ്, നീ അത് ചെയ്യണം. അതല്ലാതെ ഈ യൂട്യൂബിനെ താങ്ങി പിടിച്ചുകൊണ്ട് കുറേ വീട്ടിലുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ആ വീഡിയോയ്ക്കാണെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന ഈ ഒരു ഇഷ്യൂ എടുത്ത് യൂട്യൂബിനകത്തോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഹെവി റീച്ചാണ്. എനിക്ക് തോന്നുന്നു 250K എങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പം തന്നെ.
അതാണ് പറയുന്നത്, മലയാളികൾക്ക് അത്രയും ഇഷ്ടമാണ് അന്യൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിവൻ ശരിക്കും മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ നല്ല നല്ല ഫാമിലി വ്ളോഗ്സ് ചെയ്യൂ. ഫാമിലി വ്ളോഗേഴ്സ് അങ്ങനെയല്ലേ ചെയ്യാറ്? വീട്ടിൽ നടക്കുന്ന ഡേ ഇൻ മൈ ലൈഫ്, കൊച്ചുങ്ങളുടെ 28, കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ, ടൂറ്, അത് ഇത്, ഓണത്തിൻ്റെ ഡ്രസ് സെലക്ഷൻ, ഫോട്ടോഷൂട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ. ഓക്കെ, കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടാവും. അതല്ലാതെ എൻ്റെ വീട്ടിലെ അമ്മ എന്നെ അടിച്ചു, അമ്മ എന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ ഞങ്ങളുടെ കൊച്ചുങ്ങളെ നോക്കുന്നില്ല, ഇതൊക്കെയാണോ നീ ഒരു കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അനുവേ? നിനക്ക് നിന്റെ പഴയ ചാനലിൽ അത്രയും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഇത്രയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേയൊക്കെ പൊട്ടന്മാരുണ്ടെങ്കിലും ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിനനുസരിച്ച് അവർ കമൻസ് വിടുന്നുണ്ട്, നല്ല നല്ല കമൻസ്. അവനത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ തന്നെ കുറച്ച് കമൻസ് ഇവിടെ കാണിക്കാം. ബുദ്ധിയുള്ള ആൾക്കാരും ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എന്തായാലും നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരെ ദൈവത്തെ ഒന്ന് അറിയിക്കല്ലേ? ഭയങ്കര മോശമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അമ്മയായിട്ട് നീ രമ്യതപ്പെടും. പക്ഷെ നീ ക്രിയേറ്റ് ചെയ്ത വീഡിയോ, നീ ഇപ്പം അമ്മേനെ കുറ്റം പറഞ്ഞും അമ്മേനെ തെറി വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട വീഡിയോ അത് അവിടെ തെളിവായിട്ട് കിടക്കും. നാളെ മറ്റന്നാൾ നീ രമ്യതപ്പെട്ട് കഴിഞ്ഞാൽ ഈ അമ്മയും അച്ഛനത് കാണും. അതും പോട്ടെ, നിന്റെ മക്കൾ വലുതായിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു മൂത്ത കുട്ടിക്ക് 5 വയസ്സ് 6 വയസ്സ് അങ്ങനെ ആയും തോന്നുന്നു. നിന്റെ മക്കൾ വലുതായിട്ടുണ്ടെങ്കിൽ അവരും നാളെ ഇത് കാണും. അവരും നിന്നോട് ഈ ഒരു രീതിയിലായിരിക്കും നിന്നോട് പെരുമാറുന്നുണ്ടാവുക. നിന്നെ അവിടെ അളക്കും നിന്റെ മക്കള്. പൈസയ്ക്ക് വേണ്ടി എന്തും കാണിക്കാമെന്നൊരു ലെവലിലേക്കാണ് ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. മല്ലു ഫാമിലി എന്തായാലും കുറച്ച് നന്നായിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടൊന്ന് മുന്നോട്ട് പോട്ടെ. ദയവേത് അതൊക്കെ ഫോളോ ചെയ്യാനുവേ. അല്ലാണ്ട് നീ എൻ്റെ വീട്ടിൽ നടക്കുന്ന അമ്മേൻ്റെയും അച്ഛൻ്റെയും കുറ്റം പറഞ്ഞ് ദൈവത്തെ ഓർത്ത് വീഡിയോ ഇടല്ലേ. പിന്നെ ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ് ആ പെൺകുട്ടീൻ്റെ, അനുവിൻ്റെ വൈഫായിട്ടുള്ള ചിന്നുവിൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു ദയനീയ ഭാവം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു നിവൃത്തിയില്ലാതെ എന്തായാലും വന്ന് പെട്ട് 2 കുട്ടികളായി വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങി വന്നതാണ്. വേറൊരു നിവൃത്തിയില്ലാതെ അവിടെ പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. 2 കുഞ്ഞു കുട്ടികളാണ്, നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും ആ 2 മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മെൻ്റലി ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ല. ഓരോ ദിവസം ഡേ ബൈ ഡേ നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നീ ആ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ വൈഫിനെയും കൊണ്ട് മാറി താമസിക്കാൻ നോക്കുക. അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ നിന്നോട്ടെ, അവരുടെ ഇഷ്ടത്തിന് നിന്നോട്ടെ. നിനക്ക് പറ്റുവാണെങ്കിൽ അവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നീ നിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കി ജീവിക്കുക. നിൻ്റെ വൈഫിൻ്റെ ഫാമിലിയൊക്കെ ഇത് കാണുന്നുണ്ടാവും. അവരൊക്കെ എന്താ വിചാരിക്കുന്നുണ്ടാവും മനസ്സിലാവും, ഞങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഞങ്ങളുടെ മോളുടെ ലൈഫ് ഇതുപോലൊരു അവസ്ഥയിലാണല്ലോ നമുക്ക് കാണേണ്ടി വരുന്നത് എന്ന് ഓർത്തിട്ട് ആ പെൺകുട്ടീൻ്റെ നിൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ടാവും. നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് എടുത്തിട്ടല്ലേ. നിനക്ക് നിൻ്റെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ കൊച്ചുങ്ങൾക്കും നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അന്തസ്സായിട്ട് അവരെയും കൊണ്ട് സെപ്പറേറ്റ് ഒരു വാടക വീടെടുത്ത് മാറ്. അതാണ് അന്തസ്സായിട്ടുള്ള ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. അതല്ലാണ്ട് അവൻ എന്നെ അടിച്ചു, അമ്മ എന്നെ പിച്ചി, അമ്മ എന്നെ നുള്ളി, അമ്മ എന്നെ ബാത്റൂമിൽ കയറ്റിയില്ല, അമ്മ എന്നെ തെറി പറഞ്ഞു, അമ്മ എൻ്റെ മക്കളെ നോക്കുന്നില്ല, ഇതല്ല നീ യൂട്യൂബിനകത്തോട്ട് എടുത്തിടേണ്ടത്. മനസ്സിലായോ? നീ വേറൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് നിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ബുദ്ധി കാരണമാണ്, അല്ലെങ്കിൽ നിൻ്റെ ടെക്നിക്കൽ ഐഡിയ കാരണമാണ് നിൻ്റെ വീഡിയോസിന് ഇത്ര ഹെവി റീച്ച് വരുന്നുണ്ടെന്ന്. അല്ല, നിൻ്റെ വീട്ടിലെ കുശുമ്പും കുന്നായ്മയും നിൻ്റെ വീട്ടിൽ എന്ത് തെറി നടക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ എന്ത് ഇഷ്യൂ നടക്കുന്നുണ്ടെന്ന് മലയാളികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ആ ഒരു വീക്ക് പോയിന്റ് പിടിച്ചാണ് ഇത്രയും നിനക്ക് റീച്ച് വന്നത്. അല്ലാണ്ട് നിൻ്റെ ടെക്നിക്കൽ ബുദ്ധി കൊണ്ടൊന്നുമല്ല. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.